ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ച്, അഥവാ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയെക്കുറിച്ചാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ജീവജലത്തിൻ്റെ അരുവികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനത്തിലൂടെ കർത്താവ് പറയുകയാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. കർത്താവ് പറയുകയാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്, അവിടുത്തെ അനുഗ്രഹമാണ് ജീവജലത്തിൻ്റെ അരുവികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുമെന്നുള്ളത്. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛമായ വസ്തു നമ്മുടെ ഹൃദയമാണെന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 തിരുവചനത്തിൽ, ഹൃദയം മറ്റെന്തിനേക്കാളിലും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യും. ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിനും പ്രവർത്തികൾക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പം കർത്താവ് നമ്മോട് പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛമായ വസ്തു നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. ഈ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ഈ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ജീവജലത്തിൻ്റെ അരുവികൾ കർത്താവ് ഒഴുക്കുന്നതും. എല്ലാ പാപങ്ങളുടെയും ഇരിപ്പിടം നമ്മുടെ ഹൃദയമാണെന്ന് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇതിൻ്റെ നീന്താവ്. അപ്പം എല്ലാ പാപങ്ങളുടെയും ഇരിപ്പിടം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. ഈ ഹൃദയത്തെ വിശുദ്ധീകരിച്ചാൽ കർത്താവിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ആദ്യത്തെ ദൗത്യമാണ് ഈ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. ജെറമിയ പ്രവാചകൻ പറയുന്ന ആ മ്ലേച്ഛ വസ്തുവായ നമ്മുടെ ഹൃദയത്തെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ ശസ്ത്രക്രിയ വഴി ഏറ്റവും നിർമ്മലമായ ശരീരമാക്കാൻ കഴിയും. അതാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വചനത്തിൽ, നമ്മളിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ നിനക്ക് നൽകും, എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളുടെ ആ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം കർത്താവ് നിക്ഷേപിച്ചാൽ അവിടെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണ്. അതാണ് നാം ഒരു ലുത്തീനിയയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമെന്ന്. അപ്പം ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് പറയാണ്, ഈശോയുടെ ഹൃദയം ഏറ്റവും എളിമയുള്ള ഹൃദയമാണ്, ഏറ്റവും വിനീതമാണ്, ലോലമാണെന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനത്തിൽ പറയുന്നു. ഈ ഹൃദയം ദൈവം നമുക്ക് തന്നാൽ ഏറ്റവും മാംസളമായ കരുണയുള്ള ഹൃദയത്തിന് ഉടമകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനും ആ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ആ വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ജീവജലത്തിൻ്റെ ഉറവകൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുക്കുവാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് പര്യാലോചിക്കാം. മനുഷ്യ മക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകതയാണ് നാം കിടക്കയിൽ തിന്മ നിരൂപിക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കാം, മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാം, മറ്റുള്ളവരുടെ തിന്മയിൽ സന്തോഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ, കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. പറയാണ്,
കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിച്ചുകൊണ്ട് ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? നമുക്കൊന്ന് ചിന്തിക്കാം. കിടക്കയിൽ നമ്മൾ വിശുദ്ധ വചനത്തെ കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരാണോ? അതോ മറ്റുള്ളവർക്ക് വേണ്ടി തിന്മ നിരൂപിക്കുകയാണോ ചെയ്യുന്നത്? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുകയാണ്, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുമെന്ന്. രാത്രിയിൽ നമ്മുടെ അന്തരംഗത്തിൽ പ്രബോധനം നിറഞ്ഞാൽ, ആ വിശുദ്ധ വചനത്തെക്കുറിച്ച് നാം ആലോചിച്ചാൽ, അതിരാവിലെ നാം ഉണരുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ട് തൃപ്തി അടയുവാൻ നമുക്ക് സാധിക്കും. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നത്, ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തി അടയുമെന്ന്. അത് ഉണരുമ്പോൾ തിന്മകൾ ഹൃദയത്തിൽ നിറഞ്ഞവരാണോ നമ്മൾ? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നത് പോലെ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ദുർമോഹത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ ആലോചിച്ച് അവയെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നവരാണോ? അതോ നന്മയെക്കുറിച്ച് ചിന്തിച്ച് ജീവജലത്തിൻ്റെ അരുവികൾ നമ്മളിലൂടെ ഒഴുകി അനേകരുടെ ദാഹം ശമിപ്പിക്കുന്നവരാണോ നമ്മളെന്ന് നമ്മളെക്കുറിച്ച് നമുക്കൊന്ന് പയ്യെ ആലോചിക്കാം. ഈ വറ്റാത്ത നീരുറവ നമ്മുടെ ഹൃദയത്തിലായാലോ? യെശയ്യാ പ്രവാചകൻ നമ്മോട് ആഹ്വാനം ചെയ്യാണ്. 55-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദാഹാർത്തകരോടെല്ലാം പറയുകയാണ്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരിക. നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടെങ്കിൽ, നീരുറവകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ തുടങ്ങിയാൽ, ദാഹമുള്ള എല്ലാവരും നമ്മുടെ അടുത്തേക്ക്, ആ ജീവൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 68-ഉം 69-ഉം തിരുവചനത്തിൽ ഈശോ താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു. ശിമിയോൻ പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ആ നിത്യജീവൻ്റെ വചനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിലും സ്വീകരിച്ചാൽ അനേകരുടെ ദാഹം നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളുടെ ഹൃദയത്തിൽ ആ ദൈവത്തെ പ്രാപിക്കാനുള്ള, വചനത്തെ പ്രാപിക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. ആ ഒരു ദാഹം നമ്മളിൽ ഉണ്ടായിരിക്കും. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മുടെ സാദൃശ്യം നഷ്ടപ്പെട്ടെങ്കിലും ഈ ഛായ നമ്മളിൽ ഉണ്ട്. അപ്പം ഈ സാദൃശ്യത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടി നമ്മുടെ ആത്മാവ് അനുദിനം ദാഹിക്കുന്നുണ്ട്. അപ്പം എവിടെ ദൈവവചനത്തിൻ്റെ നീരുറവയുണ്ടോ അവിടേക്ക് ആത്മാക്കൾ ഓടിയെത്തും. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ, പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ഇവിടെയെല്ലാം പറയാണ്, ആർക്കെല്ലാം ദാഹിക്കുന്നുണ്ടോ അവർക്കെല്ലാം സൗജന്യമായി ആ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് അവരുടെ ദാഹം ശമിപ്പിക്കാൻ കർത്താവ് തയ്യാറാണ്. ഇത് തന്നെയാണ് നാം കേട്ടത്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. നമുക്കും ഈ ജലാശയത്തിലേക്ക് വരാം. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നു, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, കേൾക്കുന്നവൻ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അപ്പം ജീവൻ്റെ ജലം സൗജന്യമായി നൽകുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് സൗജന്യമായിട്ട് ഈ ജീവജലത്തെ നമുക്ക് ആഗ്രഹിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം തിരുവചനത്തിൽ, ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല,
വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. എപ്പോഴാണ് ദൈവമായ കർത്താവ് ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നമ്മെ നയിക്കുന്നത്? പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് വരികയാണ്. ഇവിടെ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ വെള്ളയങ്കി അണിഞ്ഞവരെന്ന്. അപ്പം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അപ്പം നമുക്കുള്ള ക്വാളിഫിക്കേഷന് ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, ജീവജലത്തിൻ്റെ അരുവികൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുവാനുള്ള യോഗ്യത എന്താണ്? പാപത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നാം വിട്ടു നിൽക്കണം. പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറണം. നമുക്കെപ്പോഴും ഒരു അവബോധമുണ്ടായിരിക്കണം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകണമെന്ന്. ഈ ഒരു അവബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ആ വാഗ്ദാനം, ദൈവം നമ്മളോട് ചെയ്തിട്ടുള്ള ഉടമ്പടി അവിടുന്ന് പരിപൂർണമായിട്ട് പൂർത്തിയാക്കും. ആ ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നമ്മളും എത്തപ്പെടും. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈശോയെ സമരിയാക്കാരിയെക്കുറിച്ച് പറയുകയാണ്. പാപത്തിൽ കിടന്ന 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ആ സമരിയക്കാരിയെ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ കർത്താവ് ഒത്തിരിയേറെ പാടുപീഡകൾ സഹിച്ചു. അവിടെ കർത്താവ് ദാഹിക്കുകയാണ്. അവളോട് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ, ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെട്ടു. അവളുടെ ആത്മാവിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ ദാഹത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയാണ്, അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ സമരിയായിലൂടെ അല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എറണാകുളത്ത് പോകണമെങ്കിൽ ഒന്നുകിൽ കോട്ടയം വഴിയോ അല്ലെങ്കിൽ പാലാ വഴിയോ പോകാം. ചങ്ങനാശ്ശേരി വഴി ആലപ്പുഴ ചെന്നിട്ട് വീണ്ടും എറണാകുളത്തെത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള വഴിയാണ്. ഈശോ തിരഞ്ഞെടുത്തതും ഈ സമരിയക്കാരെ രക്ഷിക്കാൻ വേണ്ടി അനേക പാടുപീഡകൾ ഇവിടെ സഹിക്കുന്നുണ്ട്. സമരിയയിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറ്റുകരയിൽ ഇരുന്നു. അപ്പം ഈശോ യാത്ര ചെയ്ത് കർത്താവ് ക്ഷീണിക്കുകയാണ്. എന്നിട്ട് കർത്താവ് ആ കിണറ്റുകരയിൽ ഇരിക്കുകയാണ്. പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എല്ലാ വിവാഹങ്ങളും നടക്കുന്നത് കിണറ്റുകരയിൽ വെച്ചാണ്. ഇവിടെയും ഈ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. അപ്പം ഇവിടെ പറയണം, അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ്. ഇവിടെ ഈശോ പറയണ, ഈശോയ്ക്ക് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഒരു പെസഹ, അതായത് ഓരോ ആത്മാവിന് വേണ്ടി അവിടുന്ന് പീഡ സഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് പീഡ സഹിച്ച് അവളോട് കർത്താവ് പറയാണ്, എനിക്ക് കുടിക്കാൻ തരിക എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ പ്രാപിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ലിമിറ്റേഷൻസ് ഉണ്ട്. 9-ാം വചനത്തിൽ ആ സമരിയാക്കാരി അവനോട് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നു. യഹൂദരും സമരിയാക്കാരും തമ്മിൽ ഒരു സമ്പർക്കവുമില്ലല്ലോ എന്ന്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ കർത്താവിനെ പ്രാപിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പരിമിതികൾ, ഒത്തിരിയേറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപക്ഷെ അത് നമ്മളുടെ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ജോലിസ്ഥലങ്ങളായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം ആരെല്ലാം ആണെങ്കിലും ഇവിടെ എല്ലാം നമ്മൾ അതിൽ നിന്നെല്ലാം നോ പറഞ്ഞുകൊണ്ട് വേണം. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം നൽകിക്കൊണ്ട് 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് കർത്താവ് അവിടെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 10-ാം തിരുവചനം, കർത്താവ് അവളോട് വലിയൊരു രഹസ്യം പറയാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പം ദൈവമായ കർത്താവ് നമ്മളോട് ഓരോ ദിവസവും ചോദിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിനെ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നാം അവിടുത്തോട് ചോദിക്കുകയും അവിടുന്ന് നമുക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പം ഈ ഒരു ആത്മീയ രഹസ്യം അവളോട് പറഞ്ഞപ്പോൾ
അതുവരെ യഹൂദനെന്ന് വിളിച്ചിരുന്ന അവൾ കർത്താവിനെ വിളിക്കുകയാണ് പ്രഭു. അപ്പം വീണ്ടും കർത്താവ് അവളോട് വലിയൊരു ആത്മീയ രഹസ്യം പറയാണ്. 4-ാം അധ്യായം 14-ാം തിരുവചനം, എന്തെന്നാൽ ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകുമെന്ന്. അപ്പം ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം നിറച്ചാൽ, ഈ അരുവി തുടങ്ങിയാൽ അവ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഓരോ അരുവികളായിട്ട്, ആ നിത്യജീവനുമായിട്ട് എപ്പോഴും അഭേദ്യമായ ബന്ധം നമ്മുടെ ആത്മാവിലുണ്ടായിരിക്കും. ആ ജീവജലത്തിൻ്റെ തുടക്കം ആ സ്വർഗവും നമ്മുടെ ഹൃദയവുമായിട്ട് എപ്പോഴും ഒരു ഐക്യമുണ്ടായിരിക്കും. ഇവിടെ കർത്താവ് അവളോട് പറയുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന ഒരു ഹൃദയരഹസ്യം പറഞ്ഞപ്പോൾ അവൾ പറയാണ്, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ആദ്യമേ കർത്താവിനെ കണ്ടത് യഹൂദനായിട്ടാണ്. പിന്നീട് കർത്താവുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രഭോ എന്ന് വിളിക്കുകയാണ്. പിന്നെ കർത്താവ് അവളുടെ ഹൃദയരഹസ്യം പറഞ്ഞപ്പോൾ അവിടുത്തെ വിളിക്കുകയാണ്, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 23-ഉം 24-ഉം തിരുവചനം, ഏറ്റവും വലിയ ആത്മീയ രഹസ്യം ആ സ്ത്രീയുമായിട്ട് കർത്താവ് പങ്കുവെച്ചപ്പോൾ അവിടെ പറയാണ്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ആ യഥാർത്ഥ ആരാധനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറയാണ്, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാമെന്ന്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കർത്താവിനെ കാണുന്നത് ഒരു യഹൂദനായിട്ട് അല്ലെങ്കിൽ ഒരു മതനേതാവായിട്ടാണോ? അപ്പം നമ്മുടെ ഓരോ ദിവസവും നാം വചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറിയിരിക്കും. ഈശോയെ നമുക്ക് മിശിഹായായി ദൈവപുത്രനായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ സമരിയാക്കാരി കർത്താവിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ അവളും ഒരു ജീവജലമായിട്ട് മാറുകയാണ്. ജീവജലം അവളിൽ നിന്നും ഒഴുകുകയാണ്. അങ്ങനെ അനേകർക്ക് അവൾ സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ ഈ ജീവജലം നമ്മളിലേക്ക് വരണമെങ്കിൽ വചനം നമ്മൾ ഓരോന്നും പാലിക്കുന്നത് വഴി, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനത്തിൽ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തിൽ നിന്ന് ഒരു ഉറവക്കണ്ണി പുറപ്പെടുകയാണ്. അപ്പം നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ അവ ആദ്യമേ നമ്മുടെ കണങ്കാൽ വരെ, പിന്നെ മുട്ടോളം, പിന്നെ അരയ്ക്കൊപ്പം, പിന്നെ കഴുത്തോളം, പിന്നെ നീന്തുവാൻ പറ്റുന്നതിനേക്കാൾ ആഴമുള്ളതായിരിക്കും ആ ജീവജലത്തിൻ്റെ ആ വലിയ ഒരു കടൽ, ഈ വിശുദ്ധ ലിഖിതം അഥവാ വിശുദ്ധ ഗ്രന്ഥം. അപ്പം നമുക്കും ജീവജലത്തിലേക്ക്, വചനത്തിലേക്ക് നമുക്ക് ഇറങ്ങാം, വചനം പാലിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്. 24-ാം അധ്യായം 30 മുതലുള്ള തിരുവചനത്തിൽ, നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാൽ പോലെയും ഞാൻ ഒഴുകി, ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. നദിയിൽ നിന്നുള്ള തോട് പോലെയും, അതായത് വളരെ ചെറുതായിട്ടാണ് നമ്മൾ ഒഴുകാൻ തുടങ്ങുന്നത്. നാം കേട്ടു, ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജീവൻ്റെ അരുവികൾ അതിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാൽ പോലെയും വളരെ ചെറുതായിട്ട് നമ്മൾ ഒഴുകാൻ തുടങ്ങും. എന്നിട്ട് പറയാണ്, ഇതാ എൻ്റെ തോട് നദിയായി തീർന്നപ്പോൾ നമ്മൾ ഓരോ വചനവും പാലിക്കുന്നത് വഴി ഈ തോട് നമ്മുടെ നദിയായി മാറും, ഈ നദി സമുദ്രമായി മാറും, ഈ സമുദ്രം കടലിലേക്ക് പോയി വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക്, പരിശുദ്ധ ത്രിത്വത്തിലേക്ക് പോയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ലയിക്കാൻ കഴിയും. ആദ്യ സ്റ്റേജിൽ നമ്മൾ ഒരു കിണർ പോലെയാണ്. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 3-ാം വചനത്തിൽ പറയണത്, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. അപ്പം നമ്മൾ ആദ്യ സമയങ്ങളിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഓരോ വചനവും കണ്ടുപിടിച്ച്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ ആദരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എല്ലാ ദൈവിക രഹസ്യങ്ങളും വചനങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ രക്ഷയുടെ കിണറ്റിൽ നിന്ന് നമ്മൾ സന്തോഷത്തോടെ ജലം കോരിയെടുക്കുന്നത് പോലെ നമ്മൾ കോരിയെടുക്കണം. സംഗീത പുസ്തകം 21-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുകയാണ്, ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി
കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ച് പാടുവിൻ. ഇവിടെയെല്ലാം പറയാണ് കിണറെ നിറഞ്ഞു കവിയുക. എപ്പോഴാണ് ഈ കിണർ നിറഞ്ഞു കവിയാൻ തുടങ്ങുന്നത്? ദൈവസ്നേഹവും ദൈവവചനവും നമ്മളിൽ നിന്ന് നിർഗമിക്കുമ്പോഴാണ് ഈ കിണർ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നത്. ആ കിണറ്റിൽ മുഴുവൻ വെള്ളം നിറഞ്ഞാൽ അത് നിറഞ്ഞ് കവിയുന്നത് പോലെ 1 തിമോത്തിയോസ് 1:14 വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ അവിടുത്തെ വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകിയെന്ന്. വിശ്വാസവും സ്നേഹവും നമ്മളിൽ വർദ്ധിക്കുമ്പോൾ കൃപ കവിഞ്ഞൊഴുകുന്നത് പോലെ നമ്മളിലുള്ള ആ കിണർ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. സംഗീത പുസ്തകം 24 5-6 യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം, ഇസ്രയേലേ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ, നദീതീരത്തിലെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൽ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവദാരു പോലെയും. കർത്താവ് നട്ടാൽ, കർത്താവ് നമ്മളെ നനച്ചാൽ നമ്മൾ ഫലം ചൂടും. ഇവിടെയെല്ലാം പറയുകയാണ്, അവൻ്റെ ഭരണകളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും, വിത്തുകൾക്ക് സമർത്ഥമായി ജലം ലഭിക്കും. നമ്മളിൽ നിന്ന് എപ്പോഴാണ് വചനം കവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നത്? ഹൃദയം മുഴുവൻ വചനമാണെങ്കിൽ അവ നമ്മിൽ നിന്ന് കവിഞ്ഞൊഴുകും. 2 കൊരിന്തോസ് 9:8 നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകുന്ന കഴിവുള്ളവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ദൈവമായ കർത്താവ് വാരി വിതറുന്നുണ്ട്. നമുക്ക് അത് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:34 പറയുന്നുണ്ട്, ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ദൈവമായ കർത്താവ് ഒരിക്കലും അളന്നല്ല, വാരിക്കോരി നൽകുവാൻ അവിടുന്ന് സമർത്ഥനാണ്, അവിടുന്ന് സമ്പന്നനാണ്. ഈ ലോകം മുഴുവനും അവിടുത്തേതാണ്. അപ്പം നമുക്ക് അവിടുത്തെ സമ്പത്തിൽ നിന്ന് നമുക്കും പാനം ചെയ്യാം. ആ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് നമുക്കും പാനം ചെയ്യാം. ഈ ജീവജലത്തിൻ്റെ ഉറവ വരുമ്പോഴാണ് എല്ലാ പാപവും അശുദ്ധിയും നമ്മളിൽ നിന്ന് അകലുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13:1 പറയുന്നത്, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും നമ്മളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കുന്നത് ഈ ജീവജലത്തിൻ്റെ ഉറവയാണ്. ഈ ഉറവ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 3:18 കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ട് ഷിത്തിം താഴ്വരയെ നനയ്ക്കും എന്ന്. അപ്പം കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഈ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് അനേകരുടെ പാപങ്ങളിൽ നിന്ന് ഉന്മൂലനം ലഭിക്കുവാൻ നമ്മൾ ഓരോരുത്തരിലും ഈ ഉറവ നിറയട്ടെ. അതിനുള്ള അനുഗ്രഹം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഇതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കടന്നു പോകുമ്പോൾ മൊർദെഖായ് എന്ന ഒരു യഹൂദനുണ്ടായിരുന്നു. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനുമായിരുന്നു. മൊർദെഖായിന് ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു: ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവനും കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തിയ ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്ന് എന്ന പോലെ ധാരാളം ജലമുണ്ടായി, ഒരു മഹാനദി ഉണ്ടായി. അപ്പം അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ കരച്ചിലിൽ നിന്ന് ഒരു ചെറിയ ഉറവയുണ്ടായി. അത് ഒരു ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. അതാരാണ്? അതായിരുന്നു എസ്തേർ. അവർ അനേക പീഡകൾ സഹിച്ചപ്പോൾ കർത്താവ് ആ എസ്തേറിനെ തിരഞ്ഞെടുത്ത് അവളെ ഒരു ചെറിയ ഉറവയാക്കി അതിൽ നിന്ന് ഒരു മഹാനദിയായി ആ യഹൂദ ജനതയെ മുഴുവൻ ഒരു കാലത്ത് വീണ്ടെടുക്കാൻ അവൾക്ക് സാധിച്ചെങ്കിൽ
ഇന്ന് ദൈവമായ കർത്താവ് ഓരോ നീരുറവകളായിട്ട് നമ്മളെ തിരഞ്ഞെടുത്താൽ നമുക്കും എസ്തേറിനെ പോലെ അനേകരെ വീണ്ടെടുക്കാൻ സാധിക്കത്തില്ലേ? മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബെർണഡേറ്റ് അന്ന് അവിടെ ഒരു കുഴി കുഴിച്ച് അവിടെ നിന്ന് ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഈ നീരുറവയിൽ നിന്ന് അനേകർക്ക് രോഗശാന്തി ലഭിക്കുകയാണ്. എല്ലാം സൂചിപ്പിക്കുന്നത് ജീവജലത്തിൻ്റെ ഉറവയെക്കുറിച്ചാണ്, ആ നീരുറവയെക്കുറിച്ചാണ്. ആ ഉറവയാണ് ഈ കൃപ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കൃപയാണ്. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള കൃപ. ഉത്തമഗീതം 4-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നുണ്ട്, അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്, മുദ്രവെച്ച നീരുറവ. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും വിശുദ്ധി പാലിച്ച് ആ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മുദ്രവെച്ച നീരുറവകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. എന്താണ് മുദ്രയുടെ പ്രത്യേകത? മുദ്ര വെച്ചാൽ അത് എന്നേക്കുമായിട്ട് മുദ്രിതമായിരിക്കും. അപ്പം ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും മുദ്ര വെക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് കിട്ടിയാൽ നമ്മൾ ആരായി? മുദ്ര വെച്ച നീരുറവകളായിട്ട് മാറും. അതാണ് സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നത്, നീർച്ചാലിനരികെ നട്ടതും യഥാക്കാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ നമ്മൾ ഓരോരുത്തരും ആയിത്തീരണം. അങ്ങനെ ഓരോ ദിവസവും വിശുദ്ധി പാലിച്ചാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനത്തിൽ പറയുന്നത് പോലെ മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല, നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം. നമ്മൾ ഏറ്റവും അവസാന സ്റ്റേജിൽ നമ്മളെവിടെ എത്തും? അതായത് മലിനമായ ഒന്നിനും നമ്മളിൽ പ്രവേശനം കാണില്ല, നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണങ്ങളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ സാധിക്കും. എങ്ങനെ? സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നെന്ന് ആർക്ക് പറയാൻ കഴിയും? അപ്പം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി പറയാൻ പറ്റുമോ, എൻ്റെ ഹൃദയം നിർമ്മലമാണ്, പാപത്തിൽ നിന്ന് ശുദ്ധി നേടി എന്ന് പറയാൻ ആർക്ക് കഴിയുമോ? ഇത് നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ പ്രോസസ്സാണ്. നമ്മൾ ഓരോ അനുദിനം നമ്മൾ നവീകരിക്കപ്പെട്ട് വരുമ്പോഴാണ് മലിനമായ ഒന്നിനും നമ്മളിൽ പ്രവേശനമില്ലാതെ ആ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. ഇത് മറ്റു വ്യക്തികൾക്ക് വേണ്ടി മാത്രം ദൈവം മാറ്റിവെച്ചിരിക്കുന്നത് ഒന്നല്ല, നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളാണ്. ഇത് ആർക്കും സാധിക്കാം, കാരണം നമുക്ക് ദൈവ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സ്വാതന്ത്ര്യം ഏറ്റവും വിശുദ്ധമായിട്ട് ദൈവത്തോട് കൂടെ ആക്കിയാൽ ഈ മഹാനദിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ എല്ലാം അസ്തിത്വം, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും എക്സിസ്റ്റൻസ് കർത്താവിൻ്റെ ഹൃദയത്തിലാണ്. അപ്പം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ ജീവജലം നമ്മളുടെ ഹൃദയത്തിലൂടെ ഒഴുകി അനേകരുടെ ദാഹം ശമിപ്പിക്കാനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹൃദയത്തെ നമുക്കും ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കാം. ഈ ഒരു അവബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ അതരത്തിൽ നിന്ന് എന്താണ് വരുന്നത് എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഹൃദയത്തെ പരിപൂർണ പാവനമാക്കിയാൽ അതിൽ നിന്ന് എപ്പോഴും വിശുദ്ധി പുറപ്പെടുന്നത് പോലെ ഈ ഒരു ചെറിയ ഉറവയിൽ നിന്ന് നമുക്ക് മഹാനദിയാകാം. വലിയ വലിയ നദികളായിട്ട് ആ ഈശോയിൽ പോയി നമുക്ക് ലയിക്കാം. അങ്ങനെ ഈ ജന്മം കർത്താവിനോട് കൂടെ ആയിരിക്കട്ടെ. കർത്താവിൻ്റെ ഉറവകളായിട്ട് ജീവജലത്തിൻ്റെ നിർഗളിക്കുന്ന അരുവികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ. അതിനുള്ള കൃപാവരം നമുക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.